സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്. അതായത് നമ്മുടെ ശ്രീമതി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രി കുറേ കാര്യങ്ങൾക്ക് മുൻപ് കുറേ നാളുകൾക്ക് മുൻപ് പുള്ളിക്കാരിയുടെ കുറേ പ്രസ്താവനകളും പുള്ളിക്കാരിയുടെ കുറേ പ്രവർത്തനങ്ങളും എല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളെല്ലാം പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് സന്ദർശനം നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അവർ വേതനം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുമായിട്ട് അങ്ങനെ ചെന്ന സമയത്ത് ഇവരെ പിടിച്ച് അകത്തിടുക അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് എടുക്കുക എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ട് നമ്മുടെ ഈ ശ്രീമതി വീണ ജോർജും സംഘവും പോയി. നമുക്കറിയാം, ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്താ ചെയ്യുന്നത്? എന്ത് പ്രശ്നമുണ്ടായാലും സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ഇനി സിസ്റ്റം അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ മിസ്റ്റേക്കാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. ഞങ്ങൾ പക്ക പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വരാറില്ല എന്നുള്ള രീതിയിൽ പറയും അല്ലേ. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡോക്ടർ ഹാരിസിൻ്റെ വിഷയത്തിൽ കണ്ടതാണ്. ഡോക്ടർ ഹാരിസ് ഇങ്ങനെയാണ്, ഡോക്ടർ ഹാരിസ് കൊള്ളരുതാത്തവനാണ്, ഡോക്ടർ ഹാരിസ് കള്ളത്തരങ്ങൾ പറയുന്നു, അവിടെയുള്ള സാധനങ്ങളെല്ലാം മുക്കുന്നു, എന്നിട്ട് അതിനുശേഷം വന്നിട്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങളുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഹാരിസിനെതിരെ വലിയ രീതിയിലുള്ള വിപ്ലവം അഴിച്ചുവിടാനായിട്ട് നമ്മുടെ ഈ പറയുന്ന വീണ ജോർജും സംഘവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടിയും എല്ലാം സഹകരിച്ച് നിന്നു എന്നുള്ളത് നമ്മളൊരു കാര്യം കണ്ടതാണ് അല്ലേ. പിന്നീട് വാലും ചുരുട്ടി തോറ്റ് പിന്നിലേക്ക് പോകുന്ന ഒരു വീണ ജോർജിനെയും അതേപോലെയുള്ള സംഘങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. അതായത് ഈ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഒരു കുറിപ്പിട്ടപ്പോൾ, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം പറഞ്ഞത് വലിയ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല, എല്ലാ ആശുപത്രികളിലും ഉള്ളതുപോലെയുള്ള സാധനങ്ങളുടെ അഭാവം മാത്രമേ ഈ സർക്കാർ ആശുപത്രികളിലും ഉള്ളൂ, അതുകൊണ്ട് ഈ ഡോക്ടർ ഹാരിസ് പറയുന്നത് കള്ളത്തരമാണ്, ഡോക്ടർ ഹാരിസ് ഇങ്ങനെയുള്ള വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ട് വന്ന ടീംസാണ്. പിന്നീട് ഡോക്ടർ ഹാരിസ് പറഞ്ഞതായിരുന്നു സത്യം, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെതിരെ സംസാരിക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ വാലും ചുരുട്ടി പോയതാണ് അല്ലേ. ഇപ്പോൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം, പണ്ടത്തെ രാജഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ പാടില്ല. രാജാവിനോട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? ആ ചോദിക്കുന്ന ആളുകളെ പിടിച്ച് തടവറയിലിടുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ക്യാപ്റ്റൻ, നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ കടക്ക് പുറത്ത് ഊരിപ്പിടിച്ച വാളിൻ്റെയും മറ്റേതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഞാൻ പോയതാ എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്തെങ്കിലും ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി അങ്ങ് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ കേരള മുഖ്യം വിചാരിക്കുന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഇങ്ങനത്തെ ചില കൊള്ളരുതായ്മകളും അതിനിടയിൽ വരുന്നുണ്ട്. അതായത് ഒരു ധാർഷ്ട്യം, ഞങ്ങളെ കഴിഞ്ഞുള്ളവർ മതി, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ എല്ലാം എന്നുള്ളൊരു ധാർഷ്ട്യം അത് ഈ പറയുന്ന നമ്മുടെ ഈ പാർട്ടി കാണിക്കുന്നുണ്ട് അല്ലേ. ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കും അത് ഇല്ലാന്ന് തള്ളിക്കളയാൻ പറ്റില്ല, ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ശ്രീമതി വീണ ജോർജിന് കിട്ടിയിരിക്കുന്നത്. വീണ ജോർജിൻ്റെ മുൻപൊരു പാർലമെൻറ്റിലെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, പിണറായി വിജയൻ എന്നാണ് ആ കപ്പിത്താൻ്റെ പേരെന്ന്. അപ്പോൾ പുള്ളിക്കാരി അതിനകത്ത് കിളിയായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ കപ്പലൊക്കെ നല്ല രീതിയിൽ ആടി ഉലയുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലിൻ്റെ എല്ലാ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും അല്ലെങ്കിൽ കപ്പലിൻ്റെ അടിയിലുള്ള എല്ലാ ഭാഗങ്ങളും പൊളിഞ്ഞു പോയൊരു അവസ്ഥയിലാണ്. എന്നാലും കപ്പലിൽ പിടിച്ചു നിന്നിട്ട് പറയും കപ്പൽ ആടി ഉലയുകയില്ല സാർ, അപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മുടെ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കള്ളത്തരങ്ങളും ഒക്കെ അത് പലതവണയും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി പല കാര്യങ്ങളും പറഞ്ഞ് രക്ഷപ്പെട്ടു. അവർക്കെതിരെ ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അവർക്കെതിരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. നമുക്കറിയാം, മുൻപ് ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നോക്കിയും കണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്നൊരു വ്യക്തി. അവർ എല്ലാ കാര്യങ്ങളിലും അത് A to Z കാര്യങ്ങൾ, അത് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കൊറോണ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ എല്ലാ എഫേർട്ടും ഇട്ടുകൊണ്ട് അവർ ആരോഗ്യ മേഖലയെ ഉയർത്തിക്കൊണ്ട് വന്നു. അതോടൊപ്പം തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർ ഒരുക്കി കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ ചെയ്യുന്നത്? ചുമ്മാ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തുന്നു, പണം പിരിക്കണമല്ല അതിൻ്റെ പേരിൽ വന്നിരുന്ന് എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന അടിയാളന്മാരെ കാണുന്ന പോലെയാണ് തൊഴിലാളികളെ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ DYFI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. DYFIയുടെ അജണ്ട എന്താണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഈ സ്വാതന്ത്ര്യം അണികൾക്കിടയിലുള്ള ആളുകൾക്കിടയിൽ വേണ്ട, അത് മറ്റുള്ളവർ എന്തെങ്കിലും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ സംസാരിക്കും. ഇനി കൂട്ടത്തിലുള്ളവരാണ് ഈ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവർ ഇപ്പോൾ പറയാണ് സാർ എനിക്ക് സാലറി കിട്ടിയില്ല, അപ്പോൾ അത് ഈ പറയുന്ന സർക്കാരിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെയായിരിക്കും ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതായത് ഇവരോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ അവരോട് തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യത്തെ, അതായത് ഈ പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായതുകൊണ്ട് അവർക്കെതിരെ ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യ, സോഷ്യലിസം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി അങ്ങ് നടത്താം എന്നുള്ള രീതിയിലായിരിക്കും. ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല, അതായത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെ എന്തെങ്കിലും കുറ്റം നമ്മുടെ പാർട്ടിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു നയമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട്
ഈ തൊഴിലാളികളെ ഒരുമാതിരി മറ്റേടത്തെ പരിപാടികൾ കാണിക്കുന്ന, അല്ലെ അവരെ ഒരു മറ്റേ ആളുകളാക്കുന്ന രീതിയിലുള്ള പരിപാടികളല്ലേ നമ്മുടെ പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമല്ലേ. അപ്പോൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശ്രീമതി വീണ ജോർജ് വന്ന സമയത്ത് അവിടെ ഉണ്ടായ കോലാഹലങ്ങളും അവിടെ ഉണ്ടായ കലാപരിപാടികൾ എന്തൊക്കെയാണെന്നും പിന്നീട് അവർക്കെതിരെ എന്ത് ആക്ഷനാണ് ശ്രീമതി വീണ ജോർജും സംഘവും എടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാൻ പോട്ടെ മാറി കൊടുക്കോ കണ്ടില്ലേ, കട്ട് ജീവിക്കുന്നവർക്ക് അധ്വാനിക്കുന്ന വർഗത്തിന്റെ വേദന അറിയില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ ശ്രീമതി വീണ ജോർജ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് അവർ പണിയെടുക്കാതെ അവർക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന നികുതി പണം കൊണ്ട് അവർ ജീവിച്ചു പോകുന്നു അല്ലേ. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഈ പറയുന്ന റോഡിലൊക്കെ തൂത്തുവാരി നടക്കുന്നവരെ ഒരുമാതിരി അടിമകളെ പോലെ കാണുന്ന ഒരു പരിപാടിയല്ല ഇവിടെ കാണിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ഇടതുപക്ഷ സർക്കാരെ നിങ്ങളുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു വന്നിരുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ആർക്കോ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനും ഈ പാർട്ടി അനുകൂലിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നല്ലതെന്ന് തന്നെ പറയും. പക്ഷേ കൊള്ളരുതായ്മ കണ്ടു കഴിഞ്ഞാൽ കൊള്ളരുതായ്മയാണെന്ന് പറയാനും നമുക്ക് സാധിക്കണം. അത് പാർട്ടിയിൽ ഇരുന്നുകൊണ്ടോ പാർട്ടിക്ക് പുറത്തിരുന്നുകൊണ്ടോ നമുക്കതിന് സാധിക്കണം. ഇപ്പോൾ ഈ പാർട്ടി കാണിക്കുന്നത് കൊള്ളരുതായ്മകൾ തന്നെയാണെന്നുള്ളത് 100% ഷുവറാണ്. കാരണം ഒരു പണിയെടുത്തത് അവർ എന്താ പറയുക, തൊഴിലാളികൾ നല്ല രീതിയിൽ പണിയെടുത്തതിന് ശേഷം ആ പണിയുടെ വേതനം, താൽക്കാലിക തൊഴിലാളികളെന്ന് ഓർക്കണം, കോൺട്രോൾ സ്റ്റാഫ് പോലും അല്ല, അവർക്കൊക്കെ അവരപ്പം തന്നെ സാലറി കൊടുക്കും. ഇതൊക്കെ താൽക്കാലിക ജോലി, അതായത് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ അടിമകളെ പോലെ കാണാമല്ലോ. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, പ്രൈവറ്റ് ആയാലും ഇനി പബ്ലിക് ആയാലും എവിടെയാണെങ്കിലും ഒരു കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുതലാളി പറയുന്നതാണ് നയം. അവരുടെ HRO അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും ഇതിനെതിരെ ഇവർ പറഞ്ഞത് ശരിയാണോ, ഈ മുതലാളി പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വരില്ല. അവരെന്ത് പറയുന്നോ അത് അതേപടി കേട്ടിട്ട് തൊഴിലാളികളെ പിരിച്ചുവിടുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. എല്ലായിടത്തും പ്രൈവറ്റും പബ്ലിക്കും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും കോൺട്രാക്ട് ബേസിൽ എടുത്തിരിക്കുന്ന തൊഴിലാളികൾക്ക് ഒന്നും കൊടുക്കണ്ട, അവർ വേണമെങ്കിൽ അടിമയെ പോലെ പണിയെടുക്കട്ടെ എന്നുള്ളൊരു നയമായിരിക്കും ശ്രീമതി വീണ ജോർജും സംഘവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറ്റത്തരം തന്നെയല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു വേറൊരു വാർത്ത ഞാൻ കാണാനിടയുണ്ടായി. അതിൽ അവതാരകൻ വളരെ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് അസഹിഷ്ണുത എന്തിന്, ശമ്പളം ചോദിച്ചാൽ കേസ് എടുക്കുന്ന സിസ്റ്റം. അപ്പോൾ നമുക്ക് ആ വാർത്ത എന്താണെന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത്രയ്ക്ക് അസഹിഷ്ണുതയാണോ? അധികാരത്തിന്റെ അഹങ്കാരം കയറി മനസ്സിലും മസ്തിഷ്കത്തിലും ഇത്രയേറെ ഇരുട്ട് നിറയുകയാണോ? കൂലി കിട്ടാത്തതിൽ മന്ത്രി വീണ ജോർജിനെ കണ്ടപ്പോൾ സങ്കടം പറയാനെത്തിയ കരാർ തൊഴിലാളികളാണവർ. 2 മാസം മുടങ്ങിയ ശമ്പളം ചോദിച്ചാൽ എങ്ങനെയാണ് മന്ത്രി ക്രിമിനൽ കുറ്റമാകുന്നത്? അതിൽ ഭൂരിഭാഗം സ്ത്രീകളാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശുചീകരണ ജോലി ചെയ്യുന്നവരടക്കം തൊഴിലാളി വർഗം, അതിൽ കൂടുതലും ഇടതനുഭാവികളുമാണ്. കുട്ടികളുടെ വിശപ്പടക്കാനും ഫീസ് അടക്കാനും പലവ്യഞ്ജനക്കടയിൽ പറ്റ് തീർക്കാനും കഴിയാതെ വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ വലയുന്ന തൊഴിലാളികൾ. അപ്പോൾ മന്ത്രിയെ തടയാനും ഘെരാവോ ചെയ്യാനുമായിരുന്നുവെങ്കിൽ ഈ താൽക്കാലിക ജീവനക്കാർക്ക് ഇനി അവിടെ പണിയെടുക്കാൻ പോലും പറ്റില്ല. ഇതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മന്ത്രിക്കും പരിവാരങ്ങൾക്കും ഇല്ലാതെ പോയോ? മന്ത്രിക്കൊപ്പം സംരക്ഷണം എന്ന പേരിൽ ഒപ്പമുണ്ടായിരുന്ന CPM പ്രവർത്തകരാണ് ഈ പ്രശ്നം വഷളാക്കിയത്. അതാണ് ബഹളത്തിലേക്ക് വഴിമാറിയത്. 10 പേർ ഒത്തുകൂടി മന്ത്രിയെ കാണാൻ വന്നാൽ ഇക്കൂട്ടർക്ക് ഇത്രയ്ക്കും ഭയമാണോ? ആരോഗ്യമന്ത്രിയെ രാജിവെപ്പിക്കാനോ പിണറായി സർക്കാരിനെ അട്ടിമറിക്കാനോ വന്നവരാണോ അവർ? ഔദാര്യം ചോദിച്ചു വന്നവരാണോ അവർ? ഒരിക്കലുമല്ല. ഒരിക്കൽ കൂടി പറയുന്നു, പണിയെടുത്തതിന്റെ കൂലി ചോദിച്ചു വന്നവരാണ് തൊഴിലാളികൾ. അവർക്ക് കിട്ടിയ കൂലിയാകട്ടെ പോലീസ് കേസും. അപ്പോൾ ഭക്തജന സംഘത്തിന് മാത്രമേ ആ വകുപ്പിൽ നിലനിൽപ്പുള്ളൂ. അവകാശങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ക്രിമിനലാകും. നല്ല ബെസ്റ്റ് വകുപ്പാണ് ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പ്. എത്ര സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കണ്ടില്ലേ, ഡോക്ടർ ഹാരിസിന്റെ വിഷയം വന്നപ്പോൾ മുതലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇങ്ങനെ വെറും വാഴയാണെന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയത് അല്ലേ. ഒരു സ്ത്രീയാണ്, ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല, ഒരു വകുപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എത്രയധികം വകുപ്പുകളാണ് നമ്മുടെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളിലും ഉള്ളതല്ലേ. അത് ഫിഷറീസ്, അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുകളുണ്ട്. ഇതൊന്നും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഓരോ മനുഷ്യൻ, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുമ്പോഴോ മാത്രമാണ് ഇവരൊക്കെ ഉണരുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ആരെങ്കിലും മരിച്ചാൽ അപ്പോൾ ആരോഗ്യവകുപ്പ് ഉണരും.
അതേപോലെ തന്നെ എന്തെങ്കിലും ഈ പറയുന്ന ഫിഷിലോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ വകുപ്പുകളോ അങ്ങനെ ഉണർന്നു വരും. അല്ലാതെ ഒരാൾ പോലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. ഒരു മരണം സംഭവിച്ചപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് പോലും സ്കൂളുകൾ എത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനടുത്തുകൂടി ഈ പറയുന്ന ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടെന്നുള്ളത് പോലും അന്വേഷിക്കുന്ന അപ്പോഴാണ്. ഒരു ജീവൻ പൊലിയേണ്ടി വരും അതിനൊക്കെ. അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ഈ ആരോഗ്യ മേഖല ഇങ്ങനെ തകിടം മറിഞ്ഞ് കിടക്കുമ്പോഴും ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിനെയൊക്കെ എന്തിനാണ് ഈ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു വിയർപ്പൊഴുക്കി ചോര നീരാക്കി വെയിലും മഴയും കൊണ്ട് പണിയെടുത്തതിൻ്റെ പൈസ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? കട്ട് തിന്നുന്ന പരിപാടിയല്ല അവർ ചെയ്യുന്നത്. അവർ ചോര നീരാക്കി വിയർപ്പൊഴുക്കി പണിയെടുത്തത്. അവരുടെ ഓരോ കാര്യങ്ങളിലും അവരുടെ ഒരുപാട് പ്രാരാബ്ദങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറയാനുണ്ടാവും. അവരുടെ ഓരോ തുള്ളി കണ്ണുനീരിനും പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. അവരുടെ കഥകൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവർ ഈ പൊരിവേലത്ത് പണിയെടുക്കുന്നതിനെ പറ്റി ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ ഈ തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധികാരികൾ ഈ കാണിക്കുന്ന മോശം പരിപാടി, ഈ ചെറ്റത്തരത്തിന് ഒരു അറുതി എന്ന് വരും. അടുത്ത പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്നൊരു മുദ്രാവാക്യമാണ് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ. പക്ഷേ കൂലി ഞങ്ങളോട് ചോദിക്കരുത്. കൂലി ചോദിച്ചാൽ ഞങ്ങളുടെ സ്വഭാവം അങ്ങ് മാറും. സുരേഷ് ഗോപിയുടെ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടു. അതിന് ഇടതുപക്ഷ സർക്കാരും എല്ലാവരും കുറ്റം പറയുന്ന കണ്ടു. ഈ സുരേഷ് ഗോപിയെക്കാളിലും ഈഗോയാണ് ഈ നമ്മുടെ ശ്രീമതി വീണ ജോർജിനെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അതിനെ തള്ളിക്കളയും? സത്യം അതല്ലേ? എന്തൊരു ഈഗോയാണല്ലേ? ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് ആരോഗ്യ മേഖലയിൽ ഒരു കാര്യം പോലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നോ അല്ല വേണ്ട രീതിയിൽ ചെയ്യുന്നോ ഇല്ല. നമ്മുടെ ശൈലജ ടീച്ചർ എന്തൊക്കെ ചെയ്തു വെച്ചാൽ അതെല്ലാം വീണ്ടും ഇവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതല്ലാതെ, അതൊന്ന് പോളിഷ് ചെയ്ത് പോകുന്നു എന്നുള്ളതല്ലാതെ, അതും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ രീതിയിൽ പോകുമ്പോഴും വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുമില്ല. എന്തെങ്കിലും ആളുകൾ പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാലറി ചോദിക്കുമ്പോഴത്തേക്ക് അവരെ പിടിച്ച് അകത്താക്കുക. എന്തൊരു കഷ്ടമാണല്ലേ? അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ അന്തം കമ്മികളും കൂടെ ഉണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തൊരു പരിതാപകരമാണല്ലേ അവസ്ഥ എന്ന് പറയുന്നത്. പണ്ടത്തെ ജന്മികുടിയാൻ വ്യവസ്ഥയൊക്കെ പോയി. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഇവർ രാജാക്കന്മാരും ബാക്കിയുള്ളവരെല്ലാം അടിയാളന്മാരും ഒക്കെയാണ്. വോട്ട് ചോദിച്ച് വരുമ്പോഴേ ഇതൊന്നും കാണില്ല. വോട്ട് ചോദിച്ച് വരുമ്പോൾ അടുക്കള വരെ അവർ നിരങ്ങും, തറയിൽ കൂടെ നിരന്ന് തുടച്ച് വാരിയിട്ട് വന്നിട്ട് എനിക്കൊരു വോട്ട് തരണമെന്ന് പറയും. ഇനി വോട്ട് കിട്ടിക്കഴിഞ്ഞാലോ ഈ വന്ന അതേ ആളുകൾ ആ വീട് പൊളിക്കാൻ അടുത്ത ദിവസം വരികയും ചെയ്യും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇരട്ടത്താപ്പുകൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കി നല്ലത് ആര് ചെയ്യുന്നു അവർക്ക് മാത്രം വോട്ട് കൊടുക്കുക. ഒരു വ്യക്തിയെ നോക്കി വോട്ട് കൊടുക്കുക, അല്ലാതെ പാർട്ടിയെ നോക്കി വോട്ട് കൊടുക്കാൻ നിൽക്കരുത്. ഇതെന്തൊരു തേഞ്ഞൊരു അവസ്ഥയാണല്ലേ? ഒരു നാഥനില്ലാ കളരി എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി സഖാവ് എവിടെ പോയിരിക്കുകയാണെന്ന് ആർക്കറിയാം? ഒരു കാര്യങ്ങളും വേണ്ട രീതിയിലൂടെ പ്രവർത്തിക്കുന്നുമില്ല. അതിന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ അത് എടുക്കാനും നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെയാണ്.